തിരിച്ചറിവിൻ്റെ വെളിച്ചം പകരാൻ കഴിയാത്ത അത്ര ഇരുട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പകയുടെയും ഹിംസയുടെയും രാഷ്ട്രീയം എത്രമേൽ സങ്കീർണമാണ്. 4 പെണ്ണുങ്ങളുടെ ആത്മപാരായണത്തിലൂടെ കടന്നുപോകുന്ന നോവൽ പ്രണയവും വിരഹവും ദാമ്പത്യവും തുടങ്ങി ഒരു കാലഘട്ടത്തിൻ്റെ നരച്ച പകലുകളെ വരച്ചു കാട്ടുന്നു. സമാശ്വാസ വാക്കുകൾക്കോ ക്ഷമാപണത്തിനോ തണുപ്പിക്കാനാവാത്ത വിധം ആളിക്കത്തുന്ന പ്രണയം ആസക്തിയുടെ അടയാളങ്ങൾ ശരീരത്തിൽ പതിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്നേഹശൂന്യതയുടെ അടയാളങ്ങൾ അവിടെ ഭൂതകാലം തിരിച്ചു കിട്ടാനാവാത്ത വിധം മാഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അവ്യക്തധാരണകളും അപകർഷതാബോധങ്ങളുമൊക്കെ ഇവിടെ കഥാപാത്രങ്ങളായി കടന്നു വരുന്നുണ്ട്. ഭാഷയും പ്രമേയവും മുക്തിവാഹിനിയെ ഒരു ക്ലാസിക്കൽ ടച്ച് നൽകുന്നുണ്ട് എന്ന് തോന്നിയാൽ അതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം കാലഘട്ടത്തെയും കാലത്തെയും അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ നോവൽ സംസാരിച്ചു പോകുന്നത്. വായിക്കുക ജിസ ജോസിൻ്റെ മുക്തിവാഹിനി.